നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയൊരു ശീലങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ സാധിക്കും. പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയും അലങ്കോലമായിട്ട് കിടക്കുന്ന വീടാണെങ്കിൽ അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശീലത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ. ഡെയിലി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എപ്പോഴും വീട് ഒരാൾ വന്ന് കയറുമ്പോൾ ഉള്ളതല്ല, നമുക്ക് തന്നെ വീട്ടിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബെഡ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ നേരെ നമ്മൾ അടുക്കളയിൽ പോകുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബെഡിലേക്ക് വരുമ്പോൾ ബെഡ് എപ്പോഴും നീറ്റായിട്ട് കിടക്കണ്ടേ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രമല്ല, എല്ലാ ബെഡും അവരവർ യൂസ് ചെയ്യുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയുക. ഇനിയിപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളത് വൃത്തിയാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ബെഡ് നീറ്റാക്കിയാൽ തന്നെ പകുതി സമാധാനമല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിലെ പണിയും ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വായിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും നമ്മുടെ ബെഡ്. ഈ ഒരു ബെഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ എപ്പോഴും നീറ്റായിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെ വേണം. പിന്നെ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കട്ടിയുള്ള ബെഡിൻ്റെ ഷീറ്റിനേക്കാളും നല്ലത് തിന്നായിട്ടുള്ള കോട്ടനൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്നത് തന്നെയായിരിക്കും. കാരണം ഞാനിപ്പോഴും ആ ഒരു ശീലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാണുന്ന ഇടമൊക്കെ അങ്ങ് വൃത്തിയാക്കി വെക്കുക. ഇതിപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല, ദിവസവും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് മാത്രമാണിത്. ബെഡിൻ്റെ വിരിക്കാത്ത ഒരു വീടും ഉണ്ടാവില്ല. അതുപോലെ ഡൈനിങ് ടേബിൾ ഇതുപോലെ ആയാലും നമ്മളത് എന്തായാലും വൃത്തിയാക്കും. പക്ഷേ ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ട് പിന്നെയും മക്കളൊക്കെ വന്നിട്ട് വീണ്ടും വലിച്ചിടില്ല എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു അഭംഗി അതിലുണ്ടാകും. അപ്പം എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയിലും അല്ലെങ്കിൽ ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ളൊരു ഹോമായിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അങ്ങ് നമ്മുടെ ആ ഒരു ഓളത്തിൽ അങ്ങ് ചെയ്താൽ മാത്രം മതി. രാവിലെ സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോഴും ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും അലങ്കോലമായിട്ട് കിടക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നൊരു സമയം ഉണ്ടാവും. ആ ഒരു സമയത്ത് ഇതെല്ലാം അതത് സ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്തൊക്കെയാണോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക. എൻ്റെ ഡൈനിങ് ടേബിളിൽ ഞാൻ എക്സ്ട്രാ ഒന്നും എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടത്തേക്ക് വരും. ചിലപ്പോൾ സ്റ്റഡി റൂം മാത്രമായിരിക്കില്ല, ഇവിടെ നിന്നൊക്കെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. കാരണം ഞങ്ങൾ 3 പേരും അതൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് മിക്കവാറും ഡൈനിങ് ടേബിളിൻ്റെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഈ ഡൈനിങ് ടേബിളിൽ ഫ്ലവർ പോട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വയ്ക്കുന്ന സാധനങ്ങൾ വെക്കുന്നതോ അങ്ങനെയുള്ള ശീലമൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഡൈനിങ് ടേബിൾ എപ്പോഴും, അതായത് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എഴുതാനും കുറിക്കാനും ഒക്കെയുള്ള സാധനങ്ങളല്ലാതെ നീറ്റായിട്ട് കിടക്കണമെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അതൊക്കെ ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഞാൻ അതൊന്നും തിരുത്തുന്നൊന്നുമല്ല കേട്ടോ, എൻ്റെ രീതി ഒന്ന് പറഞ്ഞതാണ്. ചില വീഡിയോയൊക്കെ കാണാം, ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറ്റൊക്കെ വിരിച്ചിട്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വെക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ അതൊന്നും വെക്കുന്നത് എനിക്കത്ര താല്പര്യമില്ല. ഭക്ഷണം കഴിക്കുന്ന ഇടം, പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എഴുതാനും കുറിക്കാനൊക്കെയുള്ള ഇടം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസ്. ഇവിടെയും അത്യാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഒരു രീതിയാണ്. സ്റ്റഡി റൂം മാത്രമല്ല, ഇവിടുന്നും ചിലപ്പോൾ വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ കൃത്യമായിട്ട് വെക്കുക. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ ചിലപ്പോൾ ഉണ്ടാവും, അത് റിമോട്ട് ഉണ്ടാവും, പിന്നെ നെയിൽ കട്ടർ വരെ നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. എന്നും ഈ സോഫയിലെ പൊടി മുട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്, കാണുന്നതെല്ലാം അടുക്കി പെറുക്കി വെക്കുക. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയ്ബേഴ്സൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പം അവിടെ ഒരു വീട് ഇപ്പോൾ അടുത്ത് പുതിയ വീട് വെച്ചതാണ്. പക്ഷേ ഞാൻ ആ വീട് കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വീടൊന്ന് കാണണമെന്ന്. പക്ഷേ അത് അവരറിഞ്ഞിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് പറയും, അയ്യോ ചേച്ചി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് പറയണേ, ചേച്ചീൻ്റെ വീഡിയോ കാണുമ്പോൾ വീടൊക്കെ എന്തൊരു വൃത്തിയാണ്, പക്ഷേ ഈ നമ്മുടെ വീട്ടിലെ വൃത്തികേട് ചേച്ചി കാണണ്ടെന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ വിചാരം അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാവരുടെയും വീട്, അതായത് നിങ്ങളുടെ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും. വലിച്ചിടുന്നുണ്ട്, ഞാൻ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്, പിറ്റേ ദിവസം വീണ്ടും വലിച്ചിടുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഒരു മ്യൂസിയം പോലെ എൻ്റെ വീട് ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. പക്ഷേ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് ശീലങ്ങളില്ലേ, ആ ശീലങ്ങളുണ്ട് കേട്ടോ. ആ ശീലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇരിക്കുന്നതും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലിവിങ് ഏരിയയുടെ കാര്യമല്ലേ, അതുപോലെ തന്നെ സ്റ്റഡി റൂമിലും മക്കൾ പഠിച്ചാലും നമ്മൾ എത്ര വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞാലും
അവർ വൃത്തിയാക്കി വെക്കും. പക്ഷേ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടുക്കും ചിട്ടിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് അത് അവിടെ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു ബോക്സ് എങ്ങാനും വെച്ചിട്ട് അവർക്ക് വേണ്ടാത്തതെന്ന് തോന്നുന്നതൊക്കെ നമ്മൾ ആ ബോക്സിൽ ഇട്ട് വയ്ക്കുക. അത് കാര്യങ്ങൾ എളുപ്പമാകും കേട്ടോ. കാരണം ചിലപ്പോൾ ഇവിടെയുള്ള സ്ഥിരം പ്രശ്നമാണത്. ഞാനിതൊക്കെ ചിലപ്പോൾ പെന്നൊക്കെ അതിൻ്റെ മഷിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഞാനതങ്ങ് കളയാൻ വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ എൻ്റെ മോള് പറയും അത് ഞാൻ മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്നതാണ്, അത് അമ്മ കളയണ്ട, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നമ്മളിപ്പോൾ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങൾപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് കളയാനല്ല. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഇവിടെ വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു ബോക്സിൽ ഇട്ടിട്ട് വയ്ക്കുക. എന്നിട്ട് അവർ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യട്ടെ എന്തൊക്കെ വേണം വേണ്ടത്. കാരണം എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ അവർക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് അമ്മ വേണ്ടാന്ന് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടും കളയാൻ വേണ്ടിയിട്ടേ. അങ്ങനെയുള്ള ശീലങ്ങൾ, അതായത് അവരെയും കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അതായത് അവരെയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം കേട്ടോ. മൂപ്പരുടെ ഷെൽഫ് അല്ലെങ്കിൽ കബേർഡൊക്കെ ഞാൻ വൃത്തിയാക്കി ഇറങ്ങാൻ കഴിഞ്ഞാൽ പറയും ഇതൊന്നും ചെയ്യണ്ടേ, എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ടതാണ്, അതൊക്കെ അവിടെ വെച്ചേക്കെന്ന് പറയും. പക്ഷേ എനിക്ക് കാണുമ്പോൾ ചില പേപ്പറൊക്കെ വേണ്ടാത്തതാണെന്ന് തോന്നിയിട്ട് അതങ്ങ് മാറ്റിക്കളയാൻ തോന്നും. പക്ഷേ അവർക്ക് ചിലപ്പോൾ അത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവരെയും കൂടെ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വൃത്തിയാക്കൽ പണിയിൽ ഇറങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു വൃത്തിബോധം അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അത് പാടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് അവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ട് വയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ഡെയിലി ശീലങ്ങളിൽ പെടുന്ന തന്നെയല്ലേ. പിന്നെ ആരും കൈകടക്കാത്തത് അല്ലെങ്കിൽ ആരോടും പെർമിഷൻ ചോദിക്കാത്തവരാണ് നമ്മുടെ അടുക്കള നമ്മുടെ സാമ്രാജ്യമാണെന്ന് പറയാമല്ലോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ എന്നെപ്പോലെ ആയിരിക്കില്ല എല്ലാവരും, ന്യൂക്ലിയർ ഫാമിലി ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അടുക്കളയുടെ കാര്യമാണ്. കാരണം ഇവിടെ ആരും അങ്ങനെ കൈകടത്താത്ത സാധനമാണ്, ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയൊക്കെ വെക്കുന്നുണ്ടാവുമല്ലോ, അത് വെള്ളമൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കൃത്യസ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇതിങ്ങനെ കുന്നുകൂടി നിൽക്കുമ്പോൾ നമ്മൾ ആറിയിട്ട് തുണി മടക്കുന്നത് പോലെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതേതാണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എടുത്ത് അതത് സ്ഥാനത്ത് കബേർഡിലേക്ക് മാറ്റി വയ്ക്കുക. എപ്പോഴും ഈ ഭാഗം കാലിയായി കിടന്നാൽ നമുക്ക് അടുത്തത് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെയല്ലേ എളുപ്പം. പിന്നെ നമ്മൾ ഡെയിലി വരുത്തേണ്ട വേറൊരു ശീലമാണ്, എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ, പച്ചക്കറികളൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ വാങ്ങുന്നവരുണ്ടാവും, മാസത്തിൽ വാങ്ങുന്നവരുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സാധനങ്ങൾ അതത് പാത്രങ്ങളിൽ അല്ലെങ്കിൽ ഡബ്ബകളിലൊക്കെ ഇട്ട് വയ്ക്കും. പക്ഷേ എന്നാലും പിന്നെ സാധനങ്ങൾ തീർന്നാൽ നമ്മൾ എക്സ്ട്രാ വാങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ എണ്ണ തീർന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സാധനം വാങ്ങിയാണെങ്കിലും പിന്നീട് തീർന്നാൽ നമ്മൾ വാങ്ങും. അത് പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ ആ ഒരു പാത്രങ്ങളിലൊക്കെ ഇട്ട് വയ്ക്കുക. ഇതിങ്ങനെ കബേർഡിൽ നമ്മൾ സഞ്ചിയിലാക്കിയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ പിന്നെ ഊറുമ്പൊക്കെ കയറി തുളച്ചിട്ട് ഹോളൊക്കെ ആക്കിയിട്ട് ആ കവറിൻ്റെ ഉള്ളിൽ കൂടെ അരിയിലൊക്കെ വരുന്നത് കാണാറില്ലേ. അപ്പം അതത് കറക്റ്റ് സമയത്ത് ആ ഒരു പാത്രങ്ങളിലൊക്കെ ഇട്ട് വെച്ച കണ്ടെയ്നർ ബോക്സിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശല്യവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഒന്ന് കണ്ണെത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്നത് ക്ലിയർ ചെയ്യാൻ തോന്നും. ആ ഒരു ശീലം മാത്രം മതി. അല്ലാതെ നമ്മുടെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതല്ല ഇതൊന്നും. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചുറ്റോടെ ഇരിക്കണമെങ്കിൽ ഡെയിലി നമ്മൾ ചോറും കറിയും വെക്കൽ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ കണ്ണെത്തുന്ന ഭാഗമൊക്കെ അങ്ങ് വൃത്തിയാക്കി പോയാൽ മാത്രം മതി. ഓരോന്നിനും അതത് സ്ഥാനം ഉണ്ടാക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ തന്നെ നമ്മൾ എന്ത് സാധനം കണ്ടാലും അതത് സ്ഥാനത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചോളും. വീട്ടിലുള്ള ആൾക്കാരോടും അത് പറയുക. ഇപ്പോൾ നേരത്തെ ഞാൻ നെയിൽ കട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ എന്ത് എടുത്തു കഴിഞ്ഞാലും അതത് സ്ഥാനത്തേക്ക് വെക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കവറൊക്കെ ഉണ്ടാവില്ലേ, കവറൊക്കെ ഞാൻ പുറത്ത് വേറെ ഡിസ്പോസല്ല സൂക്ഷിക്കാൻ വേറൊരു സ്ഥലമുണ്ട്. പക്ഷേ എന്നാലും അകത്തുനിന്ന് ഇതുപോലെ ഇട്ടുന്ന നമ്മുടെ കാലി കവറൊക്കെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലേക്ക് അങ്ങ് ഇട്ട് വെക്കും. എന്നിട്ട് അത് ഒരു ദിവസം ആകുമ്പോഴത്തേക്കിന് അത് കുറേ 3-4 ആവും കേട്ടോ. എന്നിട്ട് അത് പുറത്ത് ഇത് ഇടുന്ന വേറൊരു വലിയൊരു കവറുണ്ട്, അതിലേക്ക് ഇട്ട് വയ്ക്കുക. അല്ലാതെ അവിടെയും ഇവിടെയും അങ്ങ് ഇട്ട് നമ്മളെ വീട് അലങ്കോലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഒന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞടുക്കള എൻ്റെ ലോകമാണ്, എൻ്റെ സാമ്രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം എനിക്ക് തന്നെയാണ്. ചിലപ്പം സാധനങ്ങൾ, പച്ചക്കറികൾ ഇവിടെയൊക്കെ അധികവും ശനിയാഴ്ചയൊക്കെയാണ് വാങ്ങുക. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് മൂടില്ലെങ്കിലൊക്കെ അതിങ്ങനെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ മാതിരി ഹസ്ബൻഡും മോളൊക്കെ പറയുമോ, അമ്മ വലിയ എപ്പോഴും അപ്പോൾ വൃത്തിയാക്കുകയെന്ന് പറഞ്ഞിട്ട് ഇതെന്താ എടുത്ത് വെക്കാത്തത് എന്നൊക്കെ പറയും. ഞാൻ പറയും എനിക്കിപ്പോൾ മൂടില്ലായിട്ടാ. അങ്ങനെ ഉണ്ടാകും. കാരണം നമുക്ക് എല്ലാ സമയത്തും ഒരേപോലെ ആവണമെന്നില്ല. നമ്മുടെ മൂഡൊക്കെ ഇങ്ങനെ മാറി മാറി വരും. പ്രത്യേകിച്ച് നമ്മളൊരു 40
കുട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയിലാവണമെന്നില്ല, പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട സന്ദർഭം ഉണ്ടാവും. പീരീഡ്സിൻ്റെ സമയത്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു മാനസികാവസ്ഥയും നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നോക്കുകയും കണ്ടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും വീട് എപ്പോഴും നമ്മുടെ കാണുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് വരികയും ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ ചേച്ചിമാരൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിലും അവരോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മുടെ വീട് വൃത്തിയാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മാത്രമേ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന്. പിന്നെ നമ്മൾ എപ്പോഴും അല്ല, ഇത് ഡെയിലി അല്ല, ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലിറ്ററിങ് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട വേറൊരു ശീലമാണ് വല്ലപ്പോഴും, അതായത് ആഴ്ചയിൽ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ഏതെങ്കിലും ഒരു കോർണർ നമ്മൾ വൃത്തിയാക്കുക. അത് 2 മിനിറ്റ് ഹാബിറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് വൃത്തിയാക്കുന്ന രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. 2-3 ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഉഷാർ വരില്ലേ, ആ സമയത്ത് ഏതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്യുക, അവിടെ നമ്മൾ വൃത്തിയാക്കി വെക്കുക. അപ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായി മാറില്ല. നമുക്കിപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കണ്ണാടിയുടെ മുന്നിലുള്ള ആ ഒരു സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ നമ്മുടെ സ്റ്റഡി ഏരിയയുടെ അവരുടെ കബേർഡായിരിക്കും. ഏതാണോ, അല്ലെങ്കിൽ അതുമല്ല വേറൊന്ന് പേപ്പറൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, ചിലപ്പോൾ ആ ഒരു ന്യൂസ് പേപ്പർ വെക്കുന്നത് ആ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത്, ഏത് ഭാഗമാണോ വൃത്തിയാക്കാൻ തോന്നുന്നത് ആ ഭാഗം വൃത്തിയാക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസം ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ ഏതെങ്കിലും 2 ഭാഗമൊക്കെ ചൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. മുന്നേ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ണെത്തുന്ന ഒരു ശീലയില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. കാരണം നമ്മളിപ്പോൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 മാസം നമ്മൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അയ്യോ നമുക്ക് എടുത്താലും പണി തീരില്ല, ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് അപ്പോഴായിരിക്കും നമ്മൾ കാണുക. പക്ഷേ ഇങ്ങനെ ഒന്നങ്ങ് ചെയ്ത് നോക്ക്, നമ്മുടെ അറിയാതെ തന്നെ ഓരോ ഏരിയ അങ്ങ് വൃത്തിയായിപ്പോഴും. ഇപ്പോൾ ഡെയിലി അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നത്, അയ്യോ ദിവസവും ഇതൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് വേറെ എവിടെയാണ് റെസ്റ്റ് എടുക്കാൻ സമയം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടെന്ന് മാത്രം. നേരത്തെ പറഞ്ഞത് വരെ ഡെയിലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു കോർണർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ടത് ഡെയിലി ഒന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ 1 അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ഏരിയ മാത്രം ചൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ നമ്മളൊരു 3-4 മാസത്തേക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ എല്ലാം കൂടി ഒരുപാട് സാധനങ്ങളുണ്ടാവും. ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, എന്ത് സാധനമാണെങ്കിലും 3-4 മാസം നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആണെന്ന്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാം എടുത്ത് കളയാനും നമുക്ക് പറ്റില്ല. അപ്പം നോക്കിയും കണ്ടും വേണ്ടതും വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് അത് ഓർഡറിലങ്ങ് സെറ്റ് ചെയ്യുക. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 2 തവണയോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ആഴ്ചയിൽ 1 ദിവസം എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തായാലും കറിപ്പാത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകും. ഏതെങ്കിലും ഇത്തിരിയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കളയാനൊന്നും തോന്നില്ല, നമ്മളതങ്ങ് വെക്കും. പക്ഷേ പിറ്റേ ദിവസം നമ്മളത് എടുത്തൊന്നും വരില്ല. അങ്ങനെ ചിലപ്പം പാലിൻ്റെ പാക്കറ്റ് ഉണ്ടാവും, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മസാലയുടെയോ കറികളുടെയോ ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വേണ്ടാത്തതൊക്കെ എടുത്തൊന്ന് നോക്കുക, അയ്യോ ഇത് വേണ്ടാത്തതാണോ, അങ്ങനെ നോക്കിയിട്ട് ആവശ്യമില്ലാത്തത് അപ്പം തന്നെ അങ്ങ് ക്ലിയർ ചെയ്ത് വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും സാധനം നമുക്ക് പിറ്റേ ദിവസം വേണം തോന്നിട്ട് മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും പച്ചക്കറിയുടെ, പക്ഷേ പിറ്റേ ദിവസം നമ്മളെടുത്ത് മറന്നു പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും കറികളൊക്കെ നാളെ ചൂടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വെക്കും. പക്ഷേ പിറ്റേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷനോ പുറത്ത് പോകലോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് നമ്മൾ എടുത്തുനിന്ന് വരില്ല. 2ാമത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ എന്തായാലും അത് എടുക്കില്ലല്ലോ, പിന്നെ അത് അവിടെ അങ്ങ് കിടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാഴ്ചയിൽ 1 തവണയെങ്കിലും നമ്മളിതെല്ലാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വേണ്ടാത്തതുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പം തന്നെ അങ്ങ് ക്ലിയർ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യമോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കാര്യമോ ഒന്നും മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ സോസൊക്കെ ഉണ്ടാവില്ലേ, അത് തീരാറായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ പുതിയത് വാങ്ങിയിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്നത് പുതിയതായിരിക്കും, പഴയത് സോസ് ബോട്ടിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ കുട്ടികളുടെ ഈ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങൾ, ഹണി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ പാത്രത്തോടെ, അതായത് നമ്മുടെ ആ ഒരു കണ്ടെയ്നർ ബോക്സോടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. കാലിയായിട്ടുണ്ടാവും, എന്നാലും എടുത്ത് കളയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ നോക്കിയിട്ട് വേണ്ടാത്ത ആ ഒരു ബോക്സും ബോട്ടിലൊക്കെ എടുത്തിട്ട് കളയുക. അതേപോലെ രാവിലെ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കണ്ടെയ്നർ ബോക്സിലൊന്നും ഇടാൻ പറ്റാതെ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കുടുക്കി വെക്കും.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജ് ശ്രദ്ധിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓർമ്മയുണ്ടാവുക, അയ്യോ ഞാനത് പാത്രത്തിലേക്ക് ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എടുത്തിട്ട് അതത് കണ്ടെയ്നർ ബോക്സിലൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് അല്ലേ ഉദ്ദേശിച്ചത്, ഫ്രിഡ്ജിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക, ഒഴിവാക്കുക, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് തള്ളുക. അതുപോലെ തന്നെയാണ് നമ്മൾ മുന്നേ ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ ഡസ്റ്റ്ബിൻ ഉണ്ടാവില്ലേ, അതിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഒരു ബോക്സ് സെപ്പറേറ്റ് കണക്കാക്കുക, ഒന്നുമില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സെങ്കിലും കണക്കാക്കുക ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് വേറെ പേപ്പർ വേറെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ തീയിടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ സമയമാണ് അവിടെ വേസ്റ്റ് ആവുക. അതുപോലെ തന്നെ എന്ത് സാധനം, ഈവൺ ഒരു റബ്ബർ ബാൻഡ് ആണെങ്കിലും ഇട്ട് വയ്ക്കാൻ ഒരു പാത്രമോ ബോക്സോ എന്തെങ്കിലും കരുതി വയ്ക്കുക. അപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് റബ്ബർ ബാൻഡ് എടുക്കണമെങ്കിൽ അവിടെ പോയിട്ട് എടുത്താൽ മതിയല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ അൽമാരിയിൽ ഒരുപാട് ഡ്രസ്സുകളുണ്ടാവും, മക്കളുടേതാണെങ്കിലും നമ്മുടെ ആണെങ്കിലും അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ എല്ലാവരുടെയും നമ്മൾ നോക്കുകയാണെങ്കിലും വേണ്ടാത്ത ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കളയില്ല, പുതിയതും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇടകലർന്ന് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ അലമാരയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുകയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് കുന്നുകൂടി ഇരിക്കുകയും ചെയ്യും. എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേണ്ടാത്തതെന്ന് പറയുമ്പോൾ ചിലപ്പം കരിമ്പം കുത്തിയതുണ്ടാവും, ചിലപ്പോൾ നല്ലത് തന്നെ ചിലപ്പോൾ ടൈറ്റായതുണ്ടാവും, കീറിയതുണ്ടാവും. അതെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. അതായത് ഒരു കവറിലാക്കിയിട്ടൊക്കെ വെക്കുമ്പം അത് വീട് പിന്നെയും നിറയാനാണ് ഇടവരിക. അതിലും നല്ലത് ഒരു അലമാരയിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം കിട്ടുവാണെങ്കിൽ, ഒരു കള്ളി കിട്ടുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ വയ്ക്കുക, നമ്മൾ യൂസ് ചെയ്യാത്തത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പിന്നീട് സെലക്ട് ചെയ്യാം. തീരെ മോശമായതൊക്കെ നമുക്ക് തുടക്കാനൊക്കെ, മേശയൊക്കെ തുടക്കാനൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ നല്ലത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്തത്, ടൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. താങ്ക്